റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ഇന്ന് പുലർച്ചെയാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണം. 2 ഡ്രോണുകൾ എംബസി കെട്ടിടങ്ങളിൽ ഒന്നിൽ പതിക്കുകയും തീപിടുത്തമുണ്ടാവുകയുമായിരുന്നുവെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തീപിടുത്തത്തിൽ കെട്ടിടങ്ങൾക്ക് പരിമിതമായ നാശനഷ്ടം മാത്രമേയുള്ളൂവെന്നാണ് വിശദീകരണം. ആക്രമണ സമയത്ത് എംബസിയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമിക വിവരം. അമേരിക്കൻ പൗരന്മാരോട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എംബസിയിൽ എത്തരുതെന്നും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് നീങ്ങണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അൽഖറാജിനടുത്ത് 8 ഇറാനിയൻ ഡ്രോണുകൾ സൗദി തടഞ്ഞുവെന്നും റിപ്പോർട്ടുണ്ട്. ബഹ്റൈനിലേക്ക് 4-ാം ദിവസവും ആക്രമണമുണ്ടായി. അമേരിക്കൻ വ്യോമത്താവളത്തിലേക്കായിരുന്നു ആക്രമണം. ഷെയ്ഖ ഇസ പ്രദേശത്തുള്ള അമേരിക്കൻ വ്യോമത്താവളമാണ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിച്ചത്. ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിന്റെ ദുബായിലെ സൈനിക താവളത്തിലേക്ക് നടന്ന ആക്രമണം ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അതിനിടെ ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് പ്രഖ്യാപിച്ചു. ഖത്തറിലേക്ക് ഇതുവരെ ഇറാൻ 104 മിസൈലുകൾ തൊടുത്തുവെന്നും അതിൽ 3 ഒഴികെ ബാക്കിയെല്ലാം തടഞ്ഞുവെന്നും ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. വടക്കൻ ഇറാഖിലെ എർബിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുണ്ട്.